രാവിലെ അതെ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്. അല്ല, ഒരു രക്ഷയില്ല. ആ കല്ല് കെട്ടിയെടുക്കാല്ലേ, കാറ്റ് കൊണ്ടുപോകും. താഴോട്ട് പോയാൽ ഇത് ഏന്തേറ്റിൽ ചെന്ന് എവിടെ ഏന്തേറോ എളങ്കാട് ചെന്ന് നിൽക്കുള്ളൂ. വണ്ടി കണ്ടോ കറക്റ്റ് കല്ല് കൂടാക്കി നിർത്തിയേക്കുക. നമ്മളിപ്പം വാഗമണ്ണിനെടുത്താ, വാഗമണ്ണിൻ്റെ പൈൻ ഫോറസ്റ്റിൻ്റെ ഒക്കെ അടുത്താ. ഒരു 2-3 കിലോമീറ്ററൂടെ ഈ വഴി നേരെ അങ്ങോട്ട് ചെന്നാൽ പൈൻ ഫോറസ്റ്റിൻ്റെ ഒക്കെ അവിടെ എത്തും. ഒരു 2:30 ആയപ്പോൾ തൊട്ട് കാറ്റ് വീശാൻ തുടങ്ങി. ഭയങ്കര കാറ്റായിരുന്നു. ഓ, രാവിലെ നമുക്ക് ഒരു കടുങ്കാപ്പി വെക്കാം. പക്ഷെ ഭയങ്കര കാറ്റാ. എവിടെ തണുത്തിട്ട് ഒരു രക്ഷയില്ലെന്ന്. ഓ, ഇത്തരം തണുപ്പുണ്ടെന്ന് പറഞ്ഞത് ഈ കാറ്റടിക്കുന്നുണ്ടോ തണുപ്പ്? അല്ല, ഇത് ഇന്നലെ ആരാണ്ടോ ഫാൻ ഓണാക്കി വിട്ടത് പോലെയാ. നിങ്ങൾ 2 മണിയായപ്പോൾ ഇതെന്തോ സൗണ്ട് കിട്ടും. ഞാൻ പേടിച്ചിട്ട് അർജുനും വറൽ ഗുണം മറ്റേ പാട്ട് പാടിക്കൊണ്ടിരിക്കുവായിരുന്നു. 2:30 ആയപ്പോൾ തുടങ്ങിയ കാറ്റാ. എന്നാ കടുങ്കാപ്പി. ആ, കടുപ്പ് എങ്ങനെയാന്ന് അറിയത്തില്ല, നോക്കണം. കടുപ്പോ നോക്കിക്കോണമെന്ന് നോക്കിയാൽ മതിയോ? അല്ല, നമ്മുടെ മെയിൻ ഡ്രൈവർ ഏറ്റിട്ടില്ല. അതെ, നല്ല ഉറക്കം. കാറ്റ് കാരണമേ കമ്പിളി നല്ലപോലെ തലങ്ങൾ മൂടിക്കിടക്കുക. കേൾക്കാറായോ? ആ അങ്ങ് കാണുന്ന നമ്മുടെ കുരിശുമലയാണ്. പക്ഷെ ആ കുരിശുമലയുടെ അത്രയും പൊക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുണ്ടോ, അങ്ങ് പൊട്ടുപോലെ കാണാം. സാർ ചുമ്മാ നോക്കിയേ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നലെ ഉറുമ്പിക്കരയ്ക്ക് പോകാൻ വന്നാലും പക്ഷേ രാത്രി ആയതുകൊണ്ട് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്തു. പക്ഷെ നല്ല സ്ഥലമായിരുന്നു അല്ലേ? നല്ല തണുപ്പുള്ള സ്ഥലം. നല്ല തണുപ്പ്. നീ എന്നെക്കാട്ടി പൊക്കോടാ. ആ, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കമൊക്കെ? ശാലിൻ്റെ ആദ്യത്തെ സ്റ്റേ എങ്ങനെ ഉണ്ടായിരുന്നു? മറ്റേ പടിതയുടെ അടി കയറി ഉറക്കാൻ പറ്റിയില്ല. ആ, പടുത കാറ്റടിക്കുന്നതുകൊണ്ട് പടുത ഇങ്ങനെ കിടന്ന് അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വൈകിട്ടത്തെ കുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഫുഡൊക്കെ ഉണ്ടായിരുന്നു. പോത്ത് സൂപ്പർ ആയിരുന്നല്ലേ? ആ, അത് മതി, നിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. അച്ഛ വെക്കുന്ന എത്ര എത്തോ? ആ ടേസ്റ്റ് മറന്നുപോയി. ഇനി നീ ആ എത്ര മണിന്ന് മറന്നുപോയോ? നാളെ കഴിച്ചിട്ട്. ആ, ഈ വാഗമണ്ണിൽ നിന്ന് പാരാഗ്ലൈഡിങ് ഒക്കെ ഉണ്ട്. പാരാഗ്ലൈഡിങ് ഇവിടുന്ന് പറന്ന് നേരെ താഴെ ഇതേ അങ്ങ് കാണുന്ന ആ സ്ഥലത്ത് നിന്നാണ് താഴുന്നത്. ഉണ്ടല്ലേ? കറക്റ്റ് അവിടെ തന്നെ ചെല്ലുമോ? അവിടെ തന്നെ വന്നു. ആ, അതിന് സമ്മാനമൊക്കെ ഉണ്ട്. അത് വലിയ ഇന്റർനാഷണൽ ലെവലിലൊക്കെ നടത്തുന്ന റൗണ്ടൊക്കെ വരച്ചിട്ട് ഒരു നടുക്കൊരു മുട്ടയൊക്കെ വെച്ച് അതിന്റെ മുട്ട വന്ന് ചാടും. അത്ര കൺട്രോളില്ല അവരുടെ പരിപാടി. അത് ശരി. സംഭവമൊക്കെ അടിപൊളിയാ. പറക്കാൻ വേണേ നമ്മുടെ സുഹൃത്തുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എല്ലാം സംസാരിച്ച് വെച്ചിട്ടുണ്ട്. പോന്നാടോ കുഞ്ഞിക്കണ? വേണ്ട, ഞാൻ പറഞ്ഞു വേറെ എങ്ങോട്ടേലും. അത് പൊന്നും ഉണ്ടെങ്കിൽ പൊന്നു പോനാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറക്കുന്നുണ്ട്. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ കയറില്ല. ഇനി എന്നാത്തിനാ പറക്കുന്നതെന്ന്. ബ്രോണ്ട് നാടല്ലേ ഇത്? എന്താ പരിപാടി? എന്റെ നാട് ഇതൊന്നും അല്ലടാ, ഞാനാ താഴെയാ. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഇതുവഴിക്ക് ഞാൻ കയറി വരുന്നത്. അതൊക്കെയാലും കൊള്ളാമല്ലോടാ. അതെ, ഇത്രയും അടുത്ത് താമസിച്ചിട്ട് ഇതിലെ നീ കയറി വന്നിട്ടില്ല? വന്നിട്ടേ ഇല്ല. നമുക്ക് അതിലൂടെ ഉറുമ്പിക്കരയ്ക്ക് കയറാനാണ്, അതിലൂടെ കയറാൻ. അതിലേ കയറി വരുന്നോണ്ട് ഇങ്ങോട്ട് ഇതിലേ വരെ ഇല്ല. ചേട്ടാ, പുഷ്പ നാഷണൽ ലെവലാ. കാശ്മീർ വരെ പോയിട്ടുണ്ട്, പക്ഷെ അടുത്തുള്ള സ്ഥലങ്ങളിൽ പോയിട്ടില്ല. അത് നമ്മുടെ മെയിൻ ഡ്രൈവറിന്റെ കാര്യം പറഞ്ഞ പോലെ കോട്ടയത്തെ വഴി അറിയത്തില്ല, കാശ്മീരിലെ വഴി അറിയാം. അതങ്ങനെയാണ്, നമ്മള് ഇവിടെ അങ്ങനെ പോകുന്നില്ല. അപ്പം ചായയുടെ വീട് അവിടെ ഏന്തേർന്ന് അങ്ങോട്ടാണ് കയറി പോകണ്ടേ. പക്ഷെ ആ വഴിക്ക് വീട്ടിൽ വരെ വണ്ടി കയറിച്ചില്ലും, അവിടുന്ന് ഉറുമ്പിക്കരയ്ക്ക് വലിയ വണ്ടി കയറി പോകാൻ പാടാ. അതുകൊണ്ട് നമ്മളിങ്ങനെ കറങ്ങി വന്നത്. അതുകൊണ്ട് വീട്ടിൽ പോകാൻ പറ്റിയില്ല. ഇപ്പൊ ഉറുമ്പിക്കര ചെന്നിട്ട് താഴോട്ട് ഇറങ്ങിപ്പോകാൻ പാടാ അല്ലേ? ഈ വണ്ടി വരത്തില്ല. അമ്പലത്തിന്റെ താഴെ 2 വളവ് ഫുള്ള് പോയി കിടക്കും. അവിടെ വീതിയില്ല. ഇനി അത് വീതി ശാലം ഒന്ന് നന്നാക്കും. ഇപ്പൊ മേളിലേക്ക് വണ്ടി കയറ്റി വിടുന്നില്ല. ഇപ്പൊ അടുത്ത ഈ മാസം ഏപ്രിൽ മാസം ലാസ്റ്റ് കണ്ട മണ്ഡലത്തെ അമ്പലത്തിലെ ഉത്സവം ഉണ്ട്. അന്നേരം വഴി അവര് റിസോർട്ടുകാരും അമ്പലത്തിന്റെ കമ്മിറ്റിയും കൂടെ ചേർന്ന് നന്നാക്കാന്ന് പറയുന്നത്. അത് കഴിയുമ്പോൾ വണ്ടി കയറി. അല്ല, അന്നേരം വീതി ഉണ്ടോ? അല്ല, ഇത് വരത്തില്ല. ഇതിനുള്ള വീതി ഈ വണ്ടി കയറി പോകാനുള്ള വീതിയില്ല, തീർത്ത് കയറിയ വഴിയാ. ജീപ്പും പിക്കപ്പും ഒക്കെ കഷ്ടി കയറി പോവുള്ളൂ. പിക്കപ്പ് തന്നെ 3-4 പ്രാവശ്യം റിവേഴ്സ് ഒക്കെ വെച്ചാൽ അവിടെ തിരിയുന്നേ. അത്രക്കിടയില്ലാത്ത സ്ഥലമാണ്. അപ്പൊ നമുക്ക് ഇനി ഇപ്പൊ ഇവിടുന്നേ അങ്ങോട്ട് ചെന്നിട്ട് വാഗമണ്ണിൽ നിന്ന് നമുക്ക് ഉറുമ്പിക്കരയ്ക്ക് ഇറങ്ങിപ്പോവാം. അല്ല, അവിടെ വരെ ഇത് ചെല്ലും, ഈ വണ്ടി ചെല്ലും, കുഴപ്പമില്ല. പിന്നെ ഉറുമ്പിക്കരയിൽ നിന്ന് വേണം താഴേക്ക് ഇറങ്ങിപ്പോണം ചായയുടെ വീട്ടിലേക്ക്. അപ്പൊ അത് ഇച്ചിരി വഴി ശോകമാണ്. ഇപ്പം സ്കോർപ്പിയോ പോകാൻ പാടായിരിക്കും അല്ലേ? ഇപ്പം വണ്ടി ഒന്നും പോകുന്നില്ല, ജീപ്പ് പോലും കയറി വരുന്നില്ല. ഇല്ല, അതെ, റോഡ് പണിയാറുടെ രാവിലെ വണ്ടിയൊക്കെ വന്നു. നമ്മുടെ ഫാമിലി മെമ്പേഴ്സാ. അറിയുമോന്ന് ചോദിച്ചാൽ പേര് സുരേന്ദ്രൻ.
പാംപ്ലാനി ആ ഇപ്പഴാ മനസ്സിലായി. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് വന്നതാ. ഇവിടോ ആ റൂം എടുത്തോ? ഇല്ല, ഇതിനകത്ത് കിടന്നു. അവരൊക്കെ ഉണ്ടോ? ഇല്ല, ഞാൻ മോളും കൂടെ ഉണ്ട്, അവളെ എഴുന്നേറ്റില്ല. നമ്മൾ ഇന്നലെ കയറി വന്ന വഴി അങ്ങ് താഴെ കാണുന്നത് എത്ര വഴിയായിരുന്നോ? ഞാൻ ഉരുള് പൊട്ടി മണ്ണ് കഴുകി പോയത്. ആടോ, അതാ റോഡ് ആ കാണുന്നത് കണ്ടോ? ആ വഴിയൊക്കെ അതെ, ഇത് മലയുടെ അപ്പുറ സൈഡിൽ കൂടെ ഉണ്ട്. അതിലേ നമ്മൾ കയറി വന്ന വഴിയാ അത്. പണി തീർന്ന അടിപൊളിയല്ലേ? പണി തീർന്നാൽ പെട്ടെന്ന് വാഗമണ്ണിൽ നിന്ന് മുണ്ടക്കയത്തേയല്ല 21-22 കിലോമീറ്ററിൽ. നമ്മുടെ ആകാശം കണ്ടോ എന്നാ നീല കളറാന്ന് നോക്കി. എനിക്ക് കുളിര് കയറി. നിന്റെ കാര്യമല്ല പറഞ്ഞേ, അല്ലേ ആകാശത്തിന്റെ കാര്യമാണ് പറഞ്ഞേ. ഞങ്ങൾ രണ്ടും നീലയല്ലേ സെറ്റാ. നീ 2-3 ട്രിപ്പായിട്ട് ലീവാണോ? രണ്ടാമത്തെ ട്രിപ്പ് വണ്ടി വരുന്നുള്ളൂ. ആണോ? 10-15 ദിവസമായോ? 15 ദിവസമായി. 15 ദിവസമായിട്ട് ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് വീട്ടിൽ ചെന്നിട്ട് ഇതുപോലെ വീട്ടിൽ ഇരുന്നിട്ടില്ല. ഈ പ്രാവശ്യം വീട്ടിൽ ചെന്നിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടേ ഇല്ല. എന്നിട്ട് നിന്നെ ഇന്നലെ വിളിച്ചപ്പോഴൊക്കെ വേറെ പ്രോഗ്രാം ഉള്ളപ്പോൾ പോകും, അല്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കുവായിരുന്നു. ആണോ? വീട്ടിൽ ഇരുന്നോണ്ടാ തോന്നുന്നു വണ്ണം വെച്ച്. ഒരുപാട് കാലം കൂടിയല്ലേ? അതെ അതെ, ഒത്തിരി നാൾ കൂടിയാ. അല്ല, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെടാ, ഒന്നും കഴിച്ചില്ലെങ്കിലും വെള്ളം കുടിച്ചാലും നന്നാവും. ചുമ്മാ ഇരിക്കല്ലേ? നേരത്തെ തൊട്ട് അങ്ങനെയാ. അലഞ്ഞു തിരിഞ്ഞ് നമ്മള് മെലിഞ്ഞു തൊലിഞ്ഞ് വീട്ടിൽ ചെല്ലും, ഒരാഴ്ച ഇരുന്ന് കഴിയുമ്പോഴത്തേനും നന്നാവും. അതുമല്ല, നല്ല ശുദ്ധവായു. അതെ, ശുദ്ധജലം, ശുദ്ധവായു. അതെ, പിന്നെ നല്ല ആഹാരമൊക്കെ കഴിച്ചിരിക്കുമ്പോ എല്ലാരും അങ്ങനെ തന്നെയാണ്. ഭയങ്കര കാറ്റാ. അയ്യോ പൊടി. അവിടെ ഒരു ഹാൻഡിലും കുറച്ച് സാധനമൊക്കെ പിടിപ്പിക്കാനുണ്ട്. അല്ലെങ്കിൽ ഇതായാലിപ്പം കൈപിടി വേണം. കൈപിടി വേണം. അത് പിടിപ്പിക്കാനുണ്ട്. അത് കുറച്ച് സാധനങ്ങളുടെ ഫ്രണ്ടിൽ വരാനുണ്ട്. ഇതായാലും ബമ്പറെ കയറാൻ തന്നെ ഇച്ചിരി പാടാ. ഇത് പിന്നെ ആകാശ് കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ ഈ വണ്ടി കൊണ്ട് പോകുമ്പോ ഇവനെ കൊണ്ടുപോകണമെന്ന് തോന്നുന്നു എപ്പോഴും. ഇതിന് ചെറിയൊരു ഇത് പണിതേക്കാം, മറ്റേ ഒരു കൂട് പണിത് അതിനകത്തോട്ട് വെച്ചേക്കാം, അവിടെ ഇരുന്നാളുമല്ലോ. ഓഫ് റോഡ് ഓടാൻ പറ്റിയ വണ്ടിയാ. അതെ അതെ, ഓഫ് റോഡിന് പറ്റിയ വണ്ടിയാ. ഇതാകുമ്പോ ഒന്നും നോക്കാനില്ല കേട്ടോ. ഇതുപോലത്തെ ഒരു ഐറ്റം ഒന്ന് മേടിച്ചാലോ? അതെ, ചെരിഞ്ഞ് ചെരിഞ്ഞ്. അത് ഹാൻഡ് ബ്രേക്ക് കിട്ടും. ആ സാധനം അതേ താഴേക്ക്. ഞാനും പോയാലോന്നോർത്താണോ? എല്ലാം ഇട്ടുണ്ടല്ലോ, എല്ലാം ഇട്ടു. ഞങ്ങളും പോകത്തില്ല. നമുക്ക് ഏതൊക്കെയായാലും ഈ ഇതന്നെ ഗ്രേഡർ അല്ലേ? അപ്പൊ ഇതിനെ കുറിച്ചൊന്ന് ചോദിക്കാം. ഭയങ്കര കാറ്റാ. ഇത് നമ്മള് റോഡ് ലെവൽ ചെയ്യാനാണോ? അല്ലേ? ഫസ്റ്റ് മട്ടി ലെവലാക്കും. മട്ടി ഒരേ ലെവലായിട്ട് ലെവൽ കൊടുത്തിട്ട് പിന്നെ GSP ഇടും. GSP ലെവലാക്കിട്ട് പിന്നെ WM ടോപ്പ് ചെയ്യും. WM1 പറയും, വാട്ടർ മെറ്റൽ മിക്സ്. അതിനടുത്ത് ലെവലാക്കുമ്പോൾ പിന്നെ താരിങ് ചെയ്യും. ഭയങ്കര എളുപ്പം. ഇത് ഈ പല്ലുള്ളതേ അത് ഇളക്കാൻ വേണ്ടിട്ടാണ്. ഇളക്കാൻ വേണ്ടി. ഇത് മണ്ണ് ടൈറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ലൂസ് ആക്കി ലെവലാക്കാനായിട്ട് സാധനം. ഇത് തീതന്നെ പറയും, സ്കാരിപ്പേർ പറയും. ഇതിന്റെ പേര് സ്കാരിപ്പേര്. ഇലക്കിട്ട് പിന്നെ ലൂസ് ആക്കിയിട്ട് ആ ബ്ലേഡിലോ നേരത്തെ ലെവലാക്കും. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അങ്ങനെ തിരികും. ഇത് ഇങ്ങനെ റൊട്ടേഷൻ ആവും. മൊത്തം സർക്കിള്. ഇത് സർക്കിൾ ഇങ്ങോട്ട് അങ്ങോട്ട് റൊട്ടേഷൻ ആവും. പിന്നെ ഈ മോശം വഴിക്കല്ല ഇത് കയറി പോകും അല്ലേ? കുഴപ്പമില്ല, കയറി പോകും. ഈ ടയറിന് ഇതുണ്ടോ? ഇല്ലല്ലോ. ഈ ടയർ ഫോൾഡിങ് ആവും. ടയർ ഫോൾഡിങ് ആവും. എങ്ങനെ ഫോൾഡിങ്? ടയറ് സിലിണ്ടർ ഉണ്ട്. ഇങ്ങനെ കുറച്ച് ഓവർ കട്ടിങ് ആകുമ്പോൾ കട്ടിങ് ആയിട്ടില്ലെങ്കിൽ ഇത് ഫോൾഡ് ആക്കിയിട്ട് ഇങ്ങോട്ട് മറിച്ചിട്ട് കട്ടാക്കിട്ട് പോകും. സ്റ്റീരിംഗിൽ ആയില്ലെങ്കിൽ ഇത് മാത്രല്ലേ തിരിയുള്ളൂ? അത് തിരിയല്ലോ. അത് തിരിയും. ബാക്കിലും തിരിയും. ബാക്കിലും തിരിയും. ഏറ്റവും ബാക്കില്. ഹാൻഡ് ബ്രേക്ക് ഇടുന്ന പോലെ. അതെ, ഹാൻഡ് ബ്രേക്ക് ഇടുന്ന പോലെ. അതെ, പല്ല് ടൈറ്റ് ആക്കുമ്പോൾ മണ്ണ് ലൂസ് ആക്കാനായിട്ട്. അല്ല, ഇത് തിരിയല്ലോ. ഇത് ഇവിടെ തിരിക്കും. ഈ കട്ടിങ് ആവും. ഇവിടെ അവിടെ ആവും. സപ്പോസ് മണ്ണിലോ മാറ്റി വരത്തില്ലേ, അപ്പൊ ഇങ്ങനെ ഇഞ്ചിന് കറങ്ങി വരും. ഇതെല്ലാം കറങ്ങും. ഇത് ലെവൽ ചെയ്യാൻ നേരമേ എങ്ങനെ വേണേലും എത്ര മനുഷ്യർ ചെയ്യേണ്ട പണി സിമ്പിളായിട്ട് ഇത് ചെയ്യും കേട്ടോ. വീതി കൂട്ടാ. ഈ സൈഡിലോട്ട് നീങ്ങുന്ന ഇങ്ങോട്ടും അങ്ങോട്ടും മാറാം. കാറ്റ് അങ്ങോട്ടായോണ്ട് കുഴപ്പമില്ല.
ഇതെല്ലാം അതേല ആ ഗിയർ വലിക്കുന്ന അതേല അതിന്റെ എല്ലാം ഓപ്പറേഷൻ. ആ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ആ അതിനാ നില ഒഴുകുന്ന പോലെ ഉണ്ടല്ലോ. അത് ഇളക്കി എടുക്കാൻ വേണ്ടിട്ടേ ഓക്കെ. ഈ മണ്ണൊക്കെ കട്ടിയായിട്ടിരിക്കുന്നിടം നമ്മുടെ ഇതുണ്ടോ. ഓ വീരസംഗീതം പോലെ ഇതേ ഡാൻസ് കളിക്കുന്നവരുണ്ട്. അതുണ്ടോ അത് കൊള്ളാല്ലേ. ആ ആ അതെ. പുറകിലും ഇതുപോലെ എങ്ങനെ വേണേലേ മറ്റേ ഞണ്ട് വരുന്ന പോലെ ക്യാറ്റിന്റെയാ കട്ടറില്ല. ഒന്ന് നോക്കാം. ഇത് സാധാരണ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ. പിന്നെ ഇങ്ങനെ ഇരുന്നേച്ച് വേണമെങ്കിൽ ഇത് നമുക്ക് പ്രസ് ആക്കുമ്പോൾ ഇതുണ്ടോ ആവശ്യത്തിന് വയ്ക്കാം. എങ്ങനെയാണേലും എത്ര വേണേലും വിട്ടാൽ ഇങ്ങനെ ഓപ്പറേറ്റിംഗ് നോക്കിങ്. ആ ആ പിന്നെ ഇതല്ലേ ഓപ്പറേറ്റ് ചെയ്യുന്ന എങ്ങനെ ഓപ്പറേറ്റിംഗ് ഇത് 3 ലെവർ, ആ 2 ഓപ്ഷന്. 3 ലെവറില് 2 ഓപ്ഷന്. ടാപ്പും എങ്ങനെയാണ് ഇത് ആ ആ അത് കറങ്ങുന്നേ. ആ ഓക്കെ. ഇങ്ങോട്ട് വെച്ചാൽ അത് 2 ഓപ്ഷന്. ആ അത് അതിനു വേണ്ടി തന്നെയുള്ള ഈ 3. ഇത് ഡൗൺ ആവും. ആ ആ ആ ഇത് ഡൗൺ ആയിട്ട് മേലോട്ട് കൊണ്ടിട്ട് പോകും. ഇത് 2 ഒരുമിച്ച് താക്കണം, ആ ആ ഒരുമിച്ച് പോക്കണം. പിന്നെ കറങ്ങണമെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യോ. ആ ഓ ഇങ്ങനെ തിരിക്കുന്ന ഇത് അതെ. നേരെ പോകുമ്പോ നമ്മളിങ്ങനെ ചരിച്ചു വെച്ചാൽ ഈ ലെവർ ബ്ലേഡ് അങ്ങോട്ട് ഇങ്ങോട്ട്. ഏതാ ഈ ലിവറാ? ഇത് ഇത് ആ ആ മുന്നോട്ടും പുറകോട്ടും. ഇത് പല്ലുണ്ട്. ആ അതെ. ആ ആ ആ അതെ. ഇത് ടയർ ഫോൾഡിംഗ് ഉണ്ട്. ഓ ആ ഇതാ ഡാൻസ് കളിക്കുന്നത്. കൊള്ളാം. ഇത് വന്ന് ഞങ്ങളെ ബാക്ക് എഞ്ചിൻ കട്ടിങ്. ആ ആ ഞങ്ങൾ ഇത് നേരെ ഉണ്ടല്ല ഇതിനായിട്ട് അറിയും. ആ ആ ഇതിനായിട്ട് അറിയും നേരെ. ഓ അതിനകത്ത് അറിയാം. പിന്നെ ഇതൊരു അവസ്ഥ പറയാം. പഞ്ചർ ആകുമ്പോൾ ജാക്കി വേണ്ട. ജാക്കി വേണ്ട. ആ ഇതില് ഈ ബ്ലേഡ് അഡ്ജസ്റ്റ്മെന്റില് പൊക്കാം. നമ്മളെ JCB ഒക്കെ പൊക്കുന്ന പോലെ തന്നെ ജാക്കി വെച്ച് പൊക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് ബ്ലേഡ് അങ്ങോട്ട് പൊക്കി കഴിഞ്ഞാൽ വണ്ടി പൊങ്ങും. ടയറൊക്കെ മാറണമെന്നല്ല. പൊടി ഭയങ്കര പൊടിയാ. ആ വിശാഖപട്ടണം. ആ അവിടെ ഒരു വലിയ ഒത്തിരി ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ആന്ധ്രയില് വിശാഖപട്ടണത്തിനടുത്ത്. അപ്പൊ ഇടയ്ക്ക് ഒരു ദിവസം വരാം. ലിവറേ എത്ര ലിവർ അതുണ്ട്? അത് ഇച്ചിരി പഠിക്കാനുണ്ട് അല്ലേ? എത്ര നാൾ വേണ്ടി വരും? ഇത് ഹെൽപ്പറായിട്ട് ചെയ്തിട്ട് നല്ലപോലെ പഠിക്കുന്നവർ 6 മാസം എടുക്കും. 6 മാസം ഹെൽപ്പറായിട്ട് പോകണം ആദ്യം. വണ്ടിയുടെ കാര്യങ്ങളെല്ലാം അറിയുന്നവനെ ഹെൽപ്പറായിട്ട് പോകണം. എന്നിട്ട് അങ്ങനെ പണി പഠിക്കാൻ പറ്റുള്ളൂ. അത് തന്നെയല്ല സ്പീഡൊക്കെ അല്ലേ? സ്പീഡ് കൺട്രോൾ എല്ലാം അതെ. ഓ ഓടിക്കാൻ ബ്ലേഡ് ഇതെല്ലാം കൂടെ ഒരേ സമയത്ത് വർക്ക് ചെയ്തിരിക്കണം. അതാണ് ഓടിക്കാൻ പാടില്ല. ആർക്കും ഓടിക്കാം. അതെ പണി പഠിക്കണം. അതാണ് അത്. ഇത് 1 മണിക്കൂർ എത്ര ഡീസലാവും നമുക്ക്? 8 ലിറ്റർ വർക്ക് ചെയ്യുമ്പോൾ. ഓടിപ്പോകുമ്പോ എത്ര അത്രയാവും അല്ലേ? ഇപ്പഴേ നമുക്ക് ഇവിടുന്ന് പോയേക്കാം. ഭയങ്കര പൊടിയാ.
ഇവിടുന്ന് നമ്മളെ കയറ്റം എല്ലാം കയറി വന്ന് നമ്മുടെ വേറെ ഇവിടെ എല്ലാം വേറെ കൃഷി ചെയ്തേ തേയില ഏലമൊക്കെ ഉണ്ട്. അപ്പം വാഗമണ്ണിൽ എത്തിയല്ലോ നമ്മള്. അവിടെ എല്ലാം തേയിലത്തോട്ടങ്ങളാ കൂടുതലും. എന്താ ആ പാറയുടെ മുകളിൽ ആൾക്കാർ നിൽക്കുന്നുണ്ടോ? അപ്പുറത്തോടെ വഴിയുണ്ടോ? അപ്പുറത്തോടെ കയറി വരാം. ഇത് ചിലപ്പോ ഇവര് ഇവിടുന്ന് നടന്ന് കയറി പോയേക്കുന്നായിരുന്നു. ഇത് പഴയ ഒരു ബിൽഡിങ്ങാ. പണ്ടത്തെ ഇവിടെ എല്ലാം തേയില എസ്റ്റേറ്റ് അല്ലേ, അവിടുത്തെ ഒരു പഴയ ബിൽഡിങ്ങാ. ഇങ്ങോട്ടൊക്കെ വഴിപണി നടക്കുന്നേ ഉള്ളൂ കേട്ടോ. കുഞ്ഞു വഴിയാ, ചെറിയ വഴിയാ. ഞങ്ങൾ ഇതുവഴി പണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഈ വഴി അപ്പുറത്തോട്ടാ നമ്മളെ തങ്ങള് പാറ. അങ്ങോട്ട് ചെല്ലുമ്പോഴാ പോകുന്നേ. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്നേ. എല്ലാം ഇതുപോലെ ഓരോ എല്ലാ മലയുടെ മണ്ടയ്ക്കും പോകും. അതുകൊണ്ട് ആ മുകളിൽ മലയുടെ മുകളിൽ കൂടെ കണ്ട വഴിയുണ്ടോ? നമ്മള് മെയിൻ റോഡ് എത്തി. നമ്മള് വാഗമൺ ഏലപ്പാറ റൂട്ടിലേക്ക് വന്നിറങ്ങി. ഇത് കണ്ടോ, ആ റോഡാ അത്. ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു രാത്രിയിലത്തെ? നല്ല ഉറക്കമായിരുന്നു. പക്ഷെ രാത്രി ഭയങ്കര കാറ്റടിച്ചിട്ട് എനിക്ക് പക്ഷെ ഒട്ടും തണുപ്പില്ലായിരുന്നു. തണുപ്പുണ്ടായിരുന്നു. കാറ്റ് എന്നാ വെച്ചാൽ പടുതൊക്കെ വഴിയെല്ലാം കാറ്റ് കയറി വരുന്നുണ്ടായിരുന്നു. എനിക്ക് പക്ഷെ ഇന്നലെ നല്ല ഉറക്കമായിരുന്നു. പിന്നെ രാത്രി കാറ്റ് ഇങ്ങനെ അടിക്കുമ്പോ അതിന്റെ സൗണ്ട് കയറിയിട്ട് രണ്ടെന്നാണ് എണീറ്റ്. ഇവനൊന്നും അറിഞ്ഞിരുന്നോ? നീ എണീറ്റായിരുന്നത്? വണ്ടി കാറ്റ് കൊണ്ടുപോകുന്ന ഓർത്തു, അതുപോലത്തെ കാറ്റായിരുന്നു. ഞാൻ രാത്രി ഉണ്ടല്ലോ ഭയങ്കര സൗണ്ട് കേട്ടു. അപ്പം പടുത്ത് ഇങ്ങനെ നടന്ന് ഇതാകുന്നുണ്ട്. അപ്പൊ കാറ്റ് ഇതായിട്ട് അതിന്റെ ലൈറ്റ് ഇട്ട് നോക്കിയപ്പോ ഒരുത്തൻ താഴേന്ന് ഇങ്ങനെ കണ്ണും വിഴിച്ചു നോക്കുന്നുണ്ട്. അവൻ പേടിച്ചിട്ടാ. അവൻ പുലി വരും എന്ന് ഓർത്താ കിടന്നേ. ഇവിടെ ഒരു കടയുണ്ട്, ഇവിടുന്ന് കഴിച്ചിട്ട് പോയാലോ? ഇച്ചിരി പാലും മനസ്സാരി. അപ്പം എല്ലാരും പൊറോട്ട മേടിച്ചു. ഒരാൾ ഇടിയപ്പുണ്ട്, ചായ ഇടിയപ്പം. ശരിക്കും പറഞ്ഞാലേ വണ്ടിയാൽ ചിക്കൻ കറിയും ബൊഫല്ലോ കറിയും ഇരിക്കുക. കുറച്ച് ഇരിപ്പുണ്ട്. പിന്നെ സാറില്ല, നമുക്ക് ഉച്ചയ്ക്ക് നോക്കാം അല്ലേ? അതല്ലേ കേടാത്തൊന്നുമില്ല. അത് ചോറും ഇരിക്കുക. ചോറല്ല, കഞ്ഞി. ഈ പാലും പഞ്ചസാര ഇട്ട് പൊറോട്ട തിന്നുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു വേറൊരു ടേസ്റ്റാണ്. നേരത്തെ തന്നെ ഞാൻ ഓൾറെഡി ഗ്രേവി എടുത്തു. കുഴപ്പമില്ല, ടേസ്റ്റ് ചെയ്യും. അപ്പം നമ്മൾ കാപ്പിയൊക്കെ കുടിച്ച് ഇത് ഇപ്പുറത്തേക്ക് മാറ്റി നിർത്തി. ഇത് കോലാഹലമേട. ആ അകലെ കാണുന്ന അത് ഇവിടുത്തെ ഒരു പശുഫാമാണ്, ഗവൺമെൻറ് പശുഫാമാണ്. ഞങ്ങൾ അപ്പുറം വഴിയൊന്ന് പോയി നോക്കിയിട്ട് ഇങ്ങോട്ട് വരാം. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യും. പുള്ളി വരുന്നുണ്ടോ? ആ പുള്ളിയോ? ഈ പുള്ളി പണക്കാരെ അല്ലേ? അളിയൻ വാവുകൊണ്ടുള്ള ജോലി ചെയ്താണല്ലോ കൂടുതലും. കാട്ടാന വന്നാലും വായിക്കടിച്ചിടും. അതൊക്കെ ശരിയായിരിക്കും അല്ലേ? നമ്മളെ കാണുമ്പോ ഉറുമ്പക്കരയ്ക്ക് പോകുന്ന വഴി നോക്കിയാൽ നമ്മൾ വന്നാൽ ഇതൊരു പ്രൈവറ്റ് റോഡാണ്, എസ്റ്റേറ്റ് റോഡാണ്. ഇവിടെ ടോളുണ്ട്. അപ്പോൾ ഇത് എസ്റ്റേറ്റ് റോഡാണ്. അപ്പോൾ ഇതിലെ കടത്തി വിടുകയല്ല, നമുക്ക് തിരിച്ചു പോകാം. നേരത്തെയൊക്കെ ഇതിലെ വണ്ടി വിട്ടുകൊണ്ടിരുന്ന, പക്ഷേ ഇവിടെ ഇതിൽ വെളിയിൽ നിന്ന് ഇങ്ങനെ ടൂറിസ്റ്റുകൾ വന്ന് ഇപ്പം ഇവിടെയുള്ള ആളോട് അന്വേഷിച്ചപ്പോൾ എന്നാന്ന് അറിയാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകൾ വന്ന് മദ്യപിച്ചിട്ട് എസ്റ്റേറ്റിൻ്റെ ഓഫീസിൻ്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കുകയും വാച്ചർമാർക്കിട്ടൊക്കെ തല്ലുവോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, കേസൊക്കെ ആയി. അങ്ങനെ വന്നുകൊണ്ട് വെളിയിൽ നിന്നുള്ള വണ്ടികൾ കയറ്റി വിടില്ല. നല്ല അടിപൊളി ഒരു റൂട്ടായിരുന്നു ഇത്. പക്ഷേ ഇതാണ്, വരുന്ന ആൾക്കാർ തന്നെ അത് മിസ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യാം? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലേ പോകാൻ പറ്റിയല്ലോ. ഉറുമ്പക്കരയ്ക്ക് നല്ല അടിപൊളി റൂട്ടായിരുന്നു. ഇനി വേറെ വഴിയുണ്ട്, നമുക്ക് അടുത്ത വഴി നോക്കാം. വേറെ വഴിയുണ്ട്. ഇന്ന് നടക്കില്ലെന്നുള്ളൂ, സമയം പോയി. ആദ്യം അപ്പുറേ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ടോൾ അടച്ചാൽ മതി, ടോൾ അടച്ചാൽ കയറ്റി വിടുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അങ്ങനെ കയറ്റി വിട്ടോണ്ടിരുന്ന ഇപ്പോൾ ഒരു 4-5 മാസമായിട്ട് ഈ വഴി ക്ലോസ് ചെയ്തു. അങ്ങ് അകലെ കാണുന്ന ഏലപ്പാറ ടൗണാണ്. ഇത് ഏലപ്പാറയെന്ന് വാഗമണ്ണ് പോകുന്ന റൂട്ടാണ് താഴെ കാണുന്നത്. നമുക്ക് ആ വഴിക്ക് വേണം വരാൻ, വണ്ടി അവിടെ കിടക്കുന്നത്. അപ്പോൾ അതെ, നമ്മൾ അതിലേക്ക് ഇറങ്ങി ഏലപ്പാറ ടൗണിൻ്റെ മുകളിലെത്തി. സൈക്ലിംഗ് ഫോറിനേഴ്സ് ആണല്ലോ, 3-4 പേരുണ്ട്. 4-5 പേരുണ്ട്. മുന്നോട്ടുണ്ട് ആൾക്കാർ. അല്ല, മൂലമറ്റം തൊടുപുഴ.
മൂലമറ്റം വഴി തൊടുപുഴ പോകുന്ന KSRTC. അപ്പോൾ നമ്മൾ തിരിച്ച് വണ്ടിയുടെ അടുത്തെത്തി. ഉറുമ്പിക്കരയ്ക്ക് പോകുന്നില്ലേ എങ്ങനെയാ? ഉറുമ്പിക്കരയ്ക്ക് അവിടെ നിന്ന് ഒരു എസ്റ്റേറ്റ് റോഡിൽ കൂടെ പോകേണ്ടത്. അപ്പോൾ ആ വഴി ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട് വണ്ടി വിടുന്നില്ല. അതുകൊണ്ട് അതിൽ എസ്റ്റേറ്റിലെ റോഡാ, അവരുടെ റോഡാ, പ്രൈവറ്റ് റോഡാ, അതിലെ വിടുന്നില്ല. അപ്പം പിന്നെ വേറൊരു വഴി അങ്ങ് താഴ്ച നിട്ടാ. പക്ഷേ ചായക്ക് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേനും കോട്ടയത്ത് ചെല്ലണം 6 മണിയാകുമ്പോൾ. നമുക്ക് ഉറുമ്പിക്കരയ്ക്ക് പിന്നെ ഒരു ട്രിപ്പ് വരാം. അപ്പം നമ്മളിപ്പം ഇവിടെ നിന്ന് നേരെ ഏലപ്പാറ വഴി അങ്ങ് പോവാം. ഏലപ്പാറ കുട്ടിക്കാനം മുണ്ടക്കയം വഴി. ഇനിയും നമുക്കപ്പം ഒന്നുകൂടെ വരണം. ഒന്നുകൂടെ അല്ല, ഇതുവഴി ഇവിടെ കുറേ ഏരിയകളുണ്ട്. നമുക്ക് അമ്മയെ കൂട്ടിക്കൊണ്ട് വരാം അല്ലേ മുത്തേ? ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങാൻ വരണം. വാമണിലേക്ക് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ടൂറിസ്റ്റ് ബസ്സുകൾ ഒത്തിരി വണ്ടി കണ്ടു അല്ലേ? ഇന്നലെ നമ്മൾ ഒത്തിരി വണ്ടി കണ്ടു. ഞങ്ങൾ ചുമ്മാ ഇതുവഴി വാഗമൺ വഴി ഇങ്ങനെ ഇറങ്ങി വന്നാ അടിമാലി വഴി. ഓക്കെ ബൈ. ഇതൊക്കെ പറഞ്ഞാലേ എപ്പോഴാ അടിമാലിക്ക് പോയത്? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അടിമാലിയല്ല, അടിവാരം മാറിപ്പോയി. അത് എപ്പോഴും അടിമാലിന്നേ വരുള്ളൂ, അടിവാരം ഒന്നും വരുന്നില്ല. അപ്പൊ ഈ പിന്നെ വാഗമൺ ഏലപ്പാറ റൂട്ട് ഒത്തിരി കാലമായിട്ട് ചെറിയ വഴിയായിരുന്നു, പോയി കിടക്കുമായിരുന്നു. ഏക്കാലും ഇത് വീതി കൂട്ടി പണിയുന്നുണ്ട്. എവിടെ നിങ്ങളെ വീടെവിടാ? എന്റെ പേര് ശ്രീഹരി. റോണി. ഇന്നലെ വന്നോ? നമ്മുടെ പേര് ആൽബിൻ. ഗോകുൽ. സോബിൻ. ഇന്നലെ വന്നോ? കറങ്ങാൻ. ശരി. ഇന്നോ? റിട്ടേൺ പോവാ. നിങ്ങൾ ഇത്രയും പേരുള്ളൂ ട്രാവലറല്ലേ? 6 പേരേ ഉള്ളൂ. നിങ്ങൾ എല്ലാരും ഡ്രൈവർമാരാ? ഇന്നലെ പണിമുടക്കൊക്കെ ആയിരുന്നോണ്ട് അപ്പൊ എല്ലാ ഡ്രൈവർമാരാ? ശരി, കൊള്ളാം, കുഴപ്പമില്ല. അപ്പൊ കണ്ടായി സന്തോഷം. താങ്ക് യു. വഴിയെല്ലാം നേരത്തെ ഇതുപോലെ വീതി കുറവാണ്. വലിയ വണ്ടി 2 വന്നാൽ വലിയ പാടാണ്. അപ്പോൾ ഇനി വലിയ താമസിക്കാതെ വഴി വീതി കൂട്ടി പണി നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഒരു ഫാമിലി മെമ്പർ. കുറേ പേരെ കണ്ടായിരുന്നു നമ്മൾ. കുറേ പേരെ ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. നിങ്ങളങ്ങോട്ട് വഴി നോക്കാൻ പോയപ്പം ഇഷ്ടം പോലെ ഫാമിലി മെമ്പേഴ്സ് വന്നായിരുന്നു. ആണോ? ടൂറിസ്റ്റ് ബസ് കൊണ്ട് വന്നവരുണ്ടായിരുന്നു, ജീപ്പുകാർ വന്നായിരുന്നു, ഓഫ് റോഡ് ചെയ്യുന്നവരോ? ഓഫ് റോഡ് ജീപ്പ് ഓഫ് റോഡ് പോകുന്നവർ വന്നായിരുന്നു. പിന്നെ സ്കൂളിൽ നിന്ന് പിള്ളേരെ കൊണ്ടൊക്കെ ടൂറിസ്റ്റ് ബസ് വന്നവരൊക്കെ വന്നായിരുന്നു. ടൂറിസ്റ്റ് ബസ്സുകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. കുറെ ഉണ്ട്, പിള്ളേർ ടൂർ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. തൃശ്ശൂർ എന്നൊക്കെ ഉള്ളതാണ്. ഇത് ബൊണാമി, ഈ സ്ഥലപ്പേര് ബൊണാമി എന്ന് പറയുന്നത്. ഇവിടുന്ന് ഒരു വഴിയുണ്ട് നമുക്ക് ഉറുമ്പിക്കരയ്ക്ക് കയറിപ്പോയാൻ. പക്ഷെ അതെല്ലാം എസ്റ്റേറ്റ് റോഡാണ്, അവരെല്ലാം ക്ലോസ് ചെയ്തേക്കുക. ഇതൊന്നും കയറ്റി വിടുകയല്ല. വാഗമണ്ണിൽ കൂടുതലും തേയില എസ്റ്റേറ്റുകളാണ്. അവിടെ അതേ ഏലമാണ്, ഇലാച്ചി, ഏലകൃഷിയായി ലെഫ്റ്റ് സൈഡിൽ കാണും. അങ്ങോട്ട് നോക്കി എന്നാ അടിപൊളി തേയിലത്തോട്ടമാണ്. നല്ല തേയിലത്തോട്ടം അല്ലേ? ഈ വഴി വന്ന ഏറ്റവും ഭംഗി ഇതാ. അത് മഴ സമയത്തൊക്കെ വരുവാണ്, ചെറിയ മൂടൽമഞ്ഞും തേയിലയും ചെറിയ ചാറ്റമഴയും ഒക്കെ ആയിട്ട് നല്ല ഒരു ക്ലൈമറ്റാണ്. മൂന്നാർ കഴിഞ്ഞാൽ അതേപോലെ തന്നെ അടിപൊളി ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയി ഇപ്പം വാഗമൺ. മൂന്നാറിൽ പിന്നെ ഭയങ്കര തിരക്കായിരിക്കും. വാഗമണ്ണിൽ വന്നാൽ അത്ര തിരക്കില്ല. പക്ഷെ അവധി ദിവസങ്ങളിലൊക്കെ തിരക്കുണ്ടാവും. എന്നാലും മൂന്നാറിന് ഇത്ര ഉണ്ടാവില്ല. ഇവര് നമ്മുടെ ഫാമിലി മെമ്പേഴ്സാ. പുറത്തോട്ട് പോയിട്ട് തിരിച്ചു വന്നായിരുന്നു. അതുകൊണ്ടാ മോളിക്കൂടത്തെ റോഡ് കണ്ടോ? അത് ഏലപ്പാറ കട്ടപ്പന റൂട്ടാ, ഏലപ്പാറ കുട്ടിക്കാനം റൂട്ടാ. നമുക്ക് ആ വഴി കൂടെയാ പോകേണ്ടത്. കോട്ടയം കട്ടപ്പന റൂട്ടാ അത്. ഏലപ്പാറയിൽ നിന്ന് കുട്ടിക്കാനം മുണ്ടക്കയം പോകുന്ന റൂട്ട്. ഈ തേയിലത്തോട്ടത്തിൽ കൂടെ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് വണ്ടി പോകുന്നത് കാണാനേ എന്ത് ഭംഗിയല്ലേ? മോളിൽ കൂടെ ബസ്സൊക്കെ പോകുന്നുണ്ടോ? നമുക്കത് ആ മുകളിലത്തെ വഴി കൂടെ കയറി പോകണ്ടേ. ഇതല്ലേ ആ മോളിൽ കൂടെ പോകണ്ടേ. കറങ്ങി മോളിൽ ചെല്ലും നമ്മള്. ഇവിടെ കണ്ട ചെറിയൊരു തോടൊക്കെ ഉണ്ട്. തോട്ടിൽ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തണുപ്പായിരിക്കും വെള്ളത്തിന്. നല്ല തണുപ്പായിരിക്കും. തോട്ടിൽ കുളിക്കാൻ നല്ല രസമായിരിക്കും. മൂന്നാർ 108 കിലോമീറ്റർ, കുട്ടിക്കാനം 8 കിലോമീറ്റർ, പീരുമേട് 12 കിലോമീറ്റർ. അതൊക്കെ ഞാനിപ്പോൾ മുകളിൽ കൂടെ പോയ വഴിയില്ലേ, ആ വഴി വേണം പോകാൻ. മൂന്നാറിന് പിന്നെ വേണേൽ കട്ടപ്പന ചെന്ന് പോവാം. ഇടുക്കി ഡാം, കട്ടപ്പന. മൂന്നാറിന് ഇടുക്കി ഡാമിന് 54 കിലോമീറ്റർ, മൂന്നാറിന് 108 കിലോമീറ്റർ. കട്ടപ്പനയ്ക്ക് ഇവിടുന്ന് ഒരു 10-30 കിലോമീറ്റർ ഉള്ളൂ. നമ്മളിപ്പോ ഏലപ്പാറ വന്നു. ഇതാണ് ഏലപ്പാറ. നമ്മള് മുണ്ടക്കയത്ത് നിന്ന് വരുന്ന കുട്ടിക്കാനത്ത് നിന്നൊക്കെ വരുന്ന വഴിയാ ഇത്. റൈറ്റ് സൈഡിൽ കാണുന്നത്. നേരെ പോയാൽ കട്ടപ്പന. ഏലപ്പാറ ടൗണാണ്. ഇത് ആ ബസ് സ്റ്റാൻഡ്, ആ ബസ് കിടക്കുന്ന റൈറ്റ് സൈഡിൽ. അപ്പം നമ്മൾ നേരെ കുട്ടിക്കാനം വഴിക്ക് പോവാം. റിവേഴ്സ് എടുക്കണം. അപ്പം നമ്മൾ ഏലപ്പാറയിൽ നിന്ന് കുട്ടിക്കാനം റൂട്ടിലേക്ക് കയറി. കുട്ടിക്കാനം, മുണ്ടക്കയം,
കഞ്ഞിരപ്പള്ളി, പൊൻകുന്നം, പാല, ഏറ്റുമാനൂർ. നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങൾ. നമ്മുടെ ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ എന്നാ രസമാണ്. അല്ല, ചെറിയ മുട്ടക്കുന്നും അതിലിങ്ങനെ നല്ല കുന്നില് തേയില നിൽക്കുന്നത് നല്ലത്. അതാ ചെറിയ മുട്ടക്കുന്നുകളിൽ തേയില കൃഷിയാണ് അടിപൊളി കാണാൻ. അസാമിലെയൊക്കെ എന്ന് പറഞ്ഞാൽ നിരപ്പ് സ്ഥലത്തല്ലേ, അത് വേറൊരു വൈബാ. മേമല. ഞങ്ങൾ ഇതിലാ വന്നാ, ഞാൻ പറഞ്ഞില്ലേ എസ്റ്റേറ്റിനകത്ത് ഒരു റോഡുണ്ടെന്ന്. ഇവിടുന്ന് ആ ജീപ്പ് കിടക്കുന്നിടത്തുനിന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത്. പക്ഷെ ആ വഴി അവർ ക്ലോസ് ചെയ്തു, അതിലെ ഇപ്പം വണ്ടി വിടുന്നില്ല. ഈ റൈറ്റിലേക്ക് പോയാൽ മതി, നേരെ ഉറുമ്പുക്കര ചെല്ലും. 10 കിലോമീറ്റർ വിടുന്നു. പക്ഷെ വഴിയെല്ലാം കുറേ മോശമാണ്. താഴെ കാണുന്ന എല്ലാം എസ്റ്റേറ്റ് ലയങ്ങളാണ്. ഈ എസ്റ്റേറ്റിൽ താമസിക്കുന്ന തൊഴിലാളികൾ താമസിക്കുന്ന വീടുകളാണ്. ഇതുവരെയുള്ള ഇഷ്ടംപോലെ ലയങ്ങൾ നമ്മൾ പോകുമ്പോ കാണാമല്ലോ. എല്ലാ എസ്റ്റേറ്റ് അല്ലേ, തേയില എസ്റ്റേറ്റും ഏല എസ്റ്റേറ്റും ഒക്കെ. ഇടുക്കിയുടെ കൂടുതലും തേയിലത്തോട്ടമാണ് ഇടുക്കിയിൽ. പിന്നെ തേയില, പിന്നെ കുരുമുളകുണ്ട്, ഗ്രാമ്പുണ്ട്, ഒരുപാട് കൃഷികളുണ്ട് ഇടുക്കിയിൽ. ഇതാണ് പള്ളിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലം. പള്ളിക്കുന്ന്, അവിടെ ഒരു പള്ളിയുണ്ട്. പള്ളിയും ചെറിയൊരു കുന്നുമല്ലേ, അതുകൊണ്ടായിരിക്കും പള്ളിക്കുന്നെന്ന് അറിയപ്പെടുന്നത്. സെന്റ് ജോർജ് CSI ചർച്ച് എന്നൊരു 1869 തുടങ്ങിയ പള്ളി. അത് ഈ പള്ളിയിലെങ്ങാണ്ടല്ലേ ബ്രിട്ടീഷ് സെമിത്തേരി. അപ്പൊ അതെ, ചോറിനാൻ വേണ്ടി നിർത്തിയതാ. നമ്മുടെ ഡ്രോൺ മാസ്റ്റർക്ക് പനി തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ, ക്ഷീണമാണ്. ഇപ്പൊ ചെറിയ ചൂടുണ്ട്, പനിക്കുന്നുണ്ട്. ഇന്നലെ ആ തണുത്ത വെള്ളമെല്ലാം കൂടെ കുടിച്ചാ. അപ്പം ഡ്രോൺ മാസ്റ്റർക്ക് 2 ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാം. കഞ്ഞി വേണ്ടെന്ന്, തണുത്തവും കൂടെ ആയതുകൊണ്ടേ. തിളച്ച കടിഞ്ഞാപ്പിയാണോ എടുത്ത് കൊടുക്കുന്നത്? ചൂടാണ് ചൂടുണ്ടോടാ? തണുപ്പിക്കണോ? ഞാൻ ഗ്ലാസ്സിൽ ആ കപ്പിനകത്ത് ഇച്ചിരി തണുപ്പിച്ചു കൊടു. കുഞ്ഞു വെച്ചാടാ. ഇത് ബ്രെഡ് ടോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അതുപോലെ കൊടുത്താൽ മതിയായിരുന്നു. എന്റെ മോനെ കൈ ഇറക്കുന്നുണ്ടോ? ചൂടായിട്ടാണ് കൈ ഇറക്കുന്നത്. ഒരു കൊച്ചു ഫാമിലി മെമ്പർ വന്നിട്ടുണ്ട്. പേരെന്താ? ഹംദാൻ. എവിടെ വീട്? എവിടെയാ? പെരുന്താനം. പഠിക്കുന്നുണ്ടാ? പഠിക്കുന്നേ? ഒന്നില്ല. അപ്പം നമ്മുടെ മെയിൻ ഡ്രൈവർ വന്നിട്ടില്ലെന്ന്. ഞങ്ങള് തിരിച്ചു പോവാ. ഇന്നലെ വന്നായിരുന്നു, കോട്ടയം പോവാ. ചുമ്മാ ഇങ്ങനെ കറങ്ങി പോവാന്ന് വെച്ചു. ചുമ്മാ കറങ്ങാൻ വേണ്ടി വന്ന. അമ്മ വീട്ടില്. നമ്മള് ചോറിനാൻ നിർത്തിയപ്പോഴേ കുറെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. വീട് ഇപ്പൊ കാഞ്ഞിരപ്പള്ളിയില്. അപ്പൊ പറഞ്ഞു വന്നപ്പോ നമ്മുടെ ഇളയ അമ്മാവന്റെ ഒക്കെ അടുത്ത ആൾക്കാരായിട്ട് വരും. എവിടെയെങ്കിലും വെച്ച് കാണുമെന്ന് ഞങ്ങളിങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത്. അങ്ങോട്ട് പോ. മൂന്നാർ പോവാം, ചുമ്മാ കറങ്ങാൻ പോവാം. വീട് രാജകുമാരി. ഇപ്പൊ അടുത്തോട്ട് ഇപ്പൊ ഞങ്ങള് അങ്ങോട്ട് പോകുന്ന വഴിയാ, നിങ്ങളെ കണ്ടോണ്ട് അവിടുന്ന് തിരിച്ചു ശരി. ഇടയ്ക്ക് ബാക്കി എല്ലാം കാണുന്നതാണ്. പണിയുടെ തിരക്കാ, തോട്ടത്തിൽ കുറച്ചൊക്കെ വീഡിയോ മിസ് ചെയ്യുന്നുണ്ട്. ശരി, എന്നാ പൊക്കോട്ടെ. അങ്ങനെ പേരെന്നാ? ഇവിടെ തന്നെയാണ്. എന്റെ ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ള വീഡിയോ യൂട്യൂബിൽ ഈ വർഷം നിങ്ങളുടെ പുത്തായിട്ടുള്ള ശരി. എവിടെ വീടാ? എന്റെ വീട് തിരുവല്ല. എന്റെ ഫ്രണ്ടിൽ ഇറങ്ങിയതാണ്. ശരി. ആ ബൈക്കിന് ഒരു ഫോട്ടോ എടുത്തോട്ടെ കൂടെ. ഇന്നലെ രാവിലെ പോന്നോ? രാവിലെ ഞങ്ങളൊരു 12 മണിയൊക്കെ ആയി അവിടെ. ശരി. വൈകുന്നേരം ചെന്ന് അതൊക്കെ ഞാൻ കയറാമല്ലോ അല്ലേ? തിരിച്ചിറങ്ങാം. ഇപ്പം നമ്മളവിടെ ചോറിനാൻ നിർത്തിയോണ്ട് നമ്മുടെ ഒത്തിരി ഫാമിലി മെമ്പേഴ്സിനെ കണ്ടു. കുറേ പേരൊക്കെ നമ്മൾ ഫുഡ് കഴിച്ചോണ്ടിരുന്നോണ്ട് പിന്നെ നിർത്താതെ പോയി, അത് നോക്കി വെച്ചങ്ങ് പോയി. ഇപ്പോൾ നമ്മൾ കുട്ടിക്കാനം എത്തി. കുട്ടിക്കാനം നല്ല ഒരു ഹിൽ സ്റ്റേഷനാണ്. ഇപ്പം ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ കുമളി, റൈറ്റിലേക്ക് പോയാൽ മുണ്ടക്കയം, കോട്ടയം. KK റോഡിൽ വന്ന് കയറി നമ്മൾ. അപ്പോൾ ഇനി നമ്മൾ KK റോഡിലൂടെ, കോട്ടയം കുമളി റോഡിലൂടെ ഇനി പോകുന്നത്. അപ്പം ചായയും നമ്മുടെ ഡ്രോൺ മാസ്റ്ററോടെ പോവാം. മുന്നേ ഞങ്ങൾ പതുക്കെ വന്നേക്കാം.
ഞങ്ങള് പോകാം. എനിക്കെന്നാ വെച്ചാൽ അങ്ങോട്ട് പോകേണ്ടതുണ്ട്. പോണം. അപ്പം പിന്നെ ഇവന് പനിയല്ലേ. അപ്പം 5 മണിയാകുമ്പം ചായക്ക് കോട്ടയത്ത് ചെല്ലണം. അപ്പം ഞങ്ങൾ പതുക്കെ വീഡിയോ ഒക്കെ എടുത്ത് ആവശ്യത്തിന് വീഡിയോ എടുത്ത് വന്നാൽ മതി. വന്നേക്കാം. അപ്പം മുത്ത ഞാൻ ഓടിക്കായിരുന്നു. എന്തിനാ ആ കുഞ്ഞു വഴിക്കെങ്ങാനും ഓടിക്കുന്ന കാര്യം ചോദിക്കാനുള്ള ഇപ്പഴാണ് ഓടിക്കുന്നതായിരുന്നു. വഴി നല്ലതായോണ്ടോ? അതിന് കുഴപ്പം. അങ്ങോട്ട് ഇറങ്ങട്ടെ, തിരക്കാവും കുറച്ച് കഴിയുമ്പോ അപ്പൊ തരാം. മുണ്ടക്കയത്ത് ചെന്നിട്ടാ? അപ്പൊ ഞാൻ സൈഡിൽ ഇരുന്ന് റെസ്റ്റ് ചെയ്തോളാം. അതിന് മാത്രം തിരക്കൊന്നും ഉണ്ടാവില്ല. വലിയ തിരക്കുണ്ടാവില്ല, എന്നാലും ചെറിയ തിരക്കുണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നലെ നമ്മൾ അവിടുന്ന് വന്നപ്പം ചുരം കയറി മലയൊക്കെ കയറിയാണല്ലോ വന്നേ. അപ്പൊ അതിൽ ഇനിയിപ്പം നമ്മൾ മല ഇറങ്ങുകയാണ്. ഈ ചുരം ഇറങ്ങി ചെല്ലുന്നത് മുണ്ടക്കയം. ഇവിടുന്ന് ഒരു 10-18 കിലോമീറ്റർ കൂടെ ചെന്നാൽ മുണ്ടക്കയമായി. ഇതൊക്കെ ഒരു അപകട വളവാണ് വലിയ. ഇവിടുന്ന് താഴേക്കാണ് വണ്ടി പോയത്. താഴത്തെ റോഡിൽ ചെന്നു. ഈ റോഡ് ഭയങ്കര കുഴിയതാണ്. ഇതുണ്ട് ഇവിടൊക്കെ അവിടെയൊക്കെ വണ്ടി വന്നിരിക്കുന്ന. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മോളിൽ നിന്ന് താഴോട്ട് വണ്ടി പോരുന്നതാണ്. ആ മോളിൽ നിന്ന് പോന്നാൽ ഇവിടെ വരും താഴെ. അങ്ങനെ ഒരു 2-3 വണ്ടി, തമിഴ്നാട് വണ്ടി. അത് തന്നെ, അതിവിടാ. ഇത് ഇവിടുന്നുണ്ടല്ലോ താഴെ വരെ നല്ല ഇറക്കമാണ്. പണ്ട് എനിക്ക് തോന്നുന്ന ഒരു 10-30 വർഷം മുന്നേ ഇവിടുന്നൊരു എറണാകുളം മധുര ഇവിടുന്നൊരു തമിഴ്നാട് വണ്ടി ഉണ്ടായിരുന്നു, ഗവൺമെന്റ് വണ്ടി, സർക്കാർ വണ്ടി. ഇവിടുന്ന് നേരെ താഴേക്ക് പോയതാ. ആൾക്കാരൊന്നും രക്ഷപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് പേരെ കണ്ട് രക്ഷപ്പെട്ടു. എന്നുവെച്ചാൽ അതുപോലെ കുഴിയാ താഴേക്ക്. ഒന്നുമില്ലായിരുന്നു, വണ്ടിയൊക്കെ ഒന്നുമില്ല. തവിട് പൊടി കണ്ടില്ലേ താട്ടുണ്ട്. പുല്ലുപാറ വഴി നല്ല തിരക്കുണ്ട്. ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാരുടെ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ വരുന്ന ആൾക്കാർ. കുറെ ഓടിച്ചു കഴിയുമ്പോഴേ നല്ല ഇതാവും. വണ്ടിക്ക് അധികം നീളമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇതേ കയറി ഇരിക്കുമ്പോൾ ഓർക്കും റോഡ് ഒത്തിരി നീളമുണ്ടെന്നത്. പക്ഷെ നീളമൊന്നും ഇല്ല, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയ ഇടയ്ക്കൊക്കെ തിരിച്ചു പോവാം. പക്ഷെ കുറെ ഓടിച്ചാലേ അതിൻ്റെ ഒരു നീളം ഇതെല്ലാം ഒന്ന് സെറ്റാവുള്ളൂ. മൊത്തം ഇതാണ് പെരുവന്താനം. അപ്പം നമ്മൾ ചുരം ഇറങ്ങി താഴെ വന്നു. 35-ാം മൈലിലെത്തി. ഈ പാലത്തിനക്കരെ കോട്ടയം ജില്ലയും ഇക്കരെ ഇടുക്കി ജില്ലയാണ്. കല്ലേപ്പാലം എന്ന് പറയും പണ്ട് ഈ പാലത്തിന്. ഇത് നമ്മുടെ മണിമലയാറാണ് ഒഴുകുന്നത്. അപ്പം നമ്മൾ മുണ്ടക്കയം എത്തി. മുണ്ടക്കയം ബൈപ്പാസ് ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ ടൗണിൽ കൂടി ഇങ്ങ് പോകുന്നു. ഇത് കോരത്തോട് വന്ന വഴിയാട്ടോ ലെഫ്റ്റിലേക്ക്. നമ്മുടെ അനധികൃതമായ പാർക്ക് ചെയ്ത വണ്ടിയുടെ എല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. 500 ഫൈൻ. 500 ആണോ 1000 ആണോ? 500 ആയിരിക്കും. ആകാശ്, ഇതാണ് മുണ്ടക്കയം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. അപ്പൊ നമ്മളെ മലയെല്ലാം ഇറങ്ങി താഴെ വന്നപ്പോ ഇവിടെ നല്ല ചൂടുണ്ട് കേട്ടോ. മേളിലും ചൂടായിരുന്നു വെയിൽ കാരണം. പക്ഷെ അത് വൈകുന്നേരം ആകുമ്പോൾ നല്ല തണുപ്പാവും. ഇടിഞ്ചൊക്കെ ലോഡ് കയറ്റുന്ന ഇത് ഡൽഹിക്കൊക്കെ ആയിരിക്കും. ചോറ്റി ക്ഷേത്രത്തിൽ ഉത്സവം തോന്നുന്നു. ഇവിടെ ഒരു ചോറ്റി മഹാദേവ ക്ഷേത്രം ഉണ്ട് റൈറ്റ് സൈഡിൽ. നെറ്റിട്ട് മൂടിയേക്കുന്ന മൊത്തം പൈനാപ്പിൾ കൃഷിയാണ്. വെയിലായപ്പോഴത്തേക്കും വെയിലടിക്കാതിരിക്കാൻ മൂടിയിട്ടേക്കുന്നത്. എന്നാ പിണ്ണാക്കനാട് വഴിയാ നമ്മൾ പോകുന്നത്. പഴുമല അവിടെ ഒരു എസ്റ്റേറ്റ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം റബ്ബർ തോട്ടമാണ്. നമ്മുടെ ടയറൊക്കെ ഉണ്ടാക്കുന്ന റബ്ബർ. എന്തെല്ലാം സാധനങ്ങൾ റബ്ബർ കൊണ്ട് ഉണ്ടാക്കുക. റബ്ബർ പ്രൊഡക്ട്സ് ഒരുപാടുണ്ട്. ഇതെല്ലാം പാവാട ഇട്ടേക്കാ. നേരത്തെ ഇട്ട പാവാടയാ മഴ പെയ്തപ്പെട്ട് അല്ലേ. അടുത്ത സീസൺ വരുമ്പോ അടുത്ത പാവാട ഇടും. അപ്പൊ നമ്മള് KK റോഡിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. അപ്പം കാഞ്ഞിരപ്പള്ളിയും പൊൻകുന്നം ഒന്നും പോവാതെ നമ്മൾ നേരെ 28-ാം മൈലിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. ഇനി നേരെ പെണ്ണാക്കനാടി ചെന്ന് ഭരണങ്ങാനം ചെന്ന് കയറാം. പിന്നെ അന്നേരം തോന്നുന്ന വഴിക്കൂടെയൊക്കെ പോകാം. വേറെ വഴിക്കൂടെയൊക്കെ ചെന്ന് നമുക്ക് പാലായിലെത്താം. ഇതെല്ലാം വലിയ റബ്ബർ എസ്റ്റേറ്റാണ് ഇവിടെ എല്ലാം. ഇതിലെ വരുമ്പം വീടുകളൊക്കെ വളരെ കുറവാണ്. റബ്ബർ തോട്ടം മാത്രം. സ്കൂൾ ടൈം ആയതുകൊണ്ടാണ് ടിപ്പറുകളൊക്കെ നിർത്തിയിട്ടേക്കുന്നത്. ഇവിടെ നല്ല കുത്തിറക്കം കേട്ടോ. ഈ നിൽക്കുന്ന എല്ലാം റംബുട്ടാനാണ്. ഇപ്പറേ ഇത് കുരുമുളക്. എല്ലാം പൈനാപ്പിൾ കൃഷിയാണ്. പക്ഷെ അവിടെ ഒന്നും റബ്ബർ വെച്ചിട്ടില്ല. സാധാരണ ഇതിനകത്ത് റബ്ബർ വെക്കുന്ന ഇടവേള കൃഷിയായിട്ടല്ലേ.
പൈനാപ്പിളിന്റെ ഇടവിളയായിട്ട് റബ്ബറല്ല വെക്കുന്നത്, റബ്ബറിന് ഇടവിളയായിട്ട് പൈനാപ്പിളാണ് വെക്കുന്നത് കേട്ടോ. അതെ അതെ. ചെറിയൊരു ഗ്രാമമാണ് ചേറ്റുതോട്. ഇത് എത്ര വർഷമായിട്ട് ഇത്രേ ഉള്ളൂ ചേറ്റുതോട് എന്ന് പറയുന്നത്. 3-4 കടയുണ്ട്, ബസ്സുണ്ട് കേട്ടോ, 2-3 ബസ്സുണ്ട്. പൈനാപ്പിൾ കൃഷി ഇവിടെ എല്ലാം പൈനാപ്പിളാണ്. ഈ പൈനാപ്പിളാണ് നമുക്ക് ഇടയ്ക്ക് ലോഡും കൊണ്ട് ഡൽഹിയും ഈ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും പോകും. അതെ, കാശ്മീർ ഇപ്പൊ പോകുന്നില്ല. അല്ല, മലയാളിക്ക് ഈ സാധനത്തിനോട് വലിയ താല്പര്യം ഇല്ലെങ്കിലും അന്യ സംസ്ഥാനങ്ങളിൽ ഈ സാധനത്തിന് ഭയങ്കര ഡിമാൻഡാണ്. തമിഴ്നാട്ടിൽ ചെന്നാൽ ഇതിന് അനാശിപ്പഴം. ഇപ്പോഴത്തെ നമ്മളതിലെ വന്ന് പിണ്ണാക്കനാട് എത്തി. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയാൽ ഈരാറ്റുപേട്ട, ലെഫ്റ്റിലേക്ക് പോയാൽ കാഞ്ഞിരപ്പള്ളി. നമുക്കിതിലെ നേരെ കയറിപ്പോ. ഈരാറ്റുപേട്ട കൂടാതെ അങ്ങ് നേരെ പൈകയിലേക്ക് എത്തും. പൈകയിലോ അല്ലെ ഭരണങ്ങാനത്തിനൊക്കെ പോവാം. ഇപ്പം നമ്മൾ കേരളത്തിലെ അങ്ങോട്ട് പോയ വേറൊരു സൈഡിൽ കൂടെ പോയി തിരിച്ച് വേറൊരു സൈഡിൽ കൂടെ വന്നു. മധ്യ തിരുവിതാംകൂറിന്റെ ഗ്രാമങ്ങൾ എന്ന് പറയുന്നത്. അതെ, നമ്മുടെ ഇവിടുത്തെ വീടുകളാണ് എന്റെ രസം. കുറച്ച് ദിവസം ഉണ്ടല്ലോ കേരളത്തിന് വെളി എന്നിട്ട് കേരളത്തിലോട്ട് വരുമ്പോ ഈ വീട് കാണുമ്പോ രസമുണ്ട്. എന്താ ഒരു മനസ്സിന്റെ സുഖം, വല്ലാത്തൊരു സുഖം, മനസ്സുഖം എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ വീട് ചെന്ന പോലെ അത് കാണുമ്പോ തന്നെ. കേരള സ്റ്റൈൽ വീടുകൾ കാണുമ്പോ അല്ലേ. അപ്പോഴേ നമ്മൾ ആ വഴിക്ക് വന്ന് പാലാ പൊൻകുന്നം റോഡിൽ വന്ന് പൈകയിൽ വന്ന് കയറി. ഇവിടെ നമുക്ക് റൈറ്റിലേക്ക് പോകണം. നമുക്ക് പൊൻകുന്നം വന്ന് നേരെ പൈക പാലാ വേണേലും വരായിരുന്നു. പിന്നെ അവിടെ നമ്മൾ ഷോർട്ട് കട്ട് കയറിയതാ. ഇവിടെ ഒന്ന് നിർത്തിക്കുക, ഇവിടെ അല്ലെങ്കിൽ ആ മുന്നേ നിർത്തിയാലും മതി. അതെ, ആ കാറിൻ്റെ അടുത്ത് ഇവിടെ എന്നാ നിർത്തിയ. ഇവിടെ നമ്മുടെ ഒരു അമ്മാവൻ വരും. ഇപ്പൊ അമ്മാവനെ കണ്ടു കുറച്ച് നാളായി. നമുക്കൊന്ന് കണ്ടിട്ട് പോകാം. എല്ലാ എപ്പിസോഡ്സും കാണാറുണ്ട്. അതായത് പിള്ളേരുടെയും കാണാറുണ്ട്, നിങ്ങൾ രണ്ടുപേരുടെയും കാണാറുണ്ട്. നമുക്ക് ഒത്തിരി ഇൻസ്പിറേഷൻ ആണ് ഇതിനകത്ത്. അതായത് മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കുക്കിങ്ങിലേക്ക് അതായത് പല പല ടിപ്സും ഉണ്ട്. ഞാൻ ഈ പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു കാര്യം പറയാതെ ഈ മട്ടക്കറി എന്ന് പറയുന്ന കാര്യം നമ്മൾ സാധാരണ വെക്കാറില്ല. അതാ വെച്ചാൽ തന്നെ അതിന്റെ ഒരു മണം വരും. അതെ, അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. വെളിച്ചെണ്ണ പരിപാടി അതിപ്പോ സക്സസ് ആയി. പിന്നെ അത് തന്നെയല്ല, എവിടെ കുവൈറ്റിലോ? ഞാൻ കുവൈറ്റില്ല. വെളിയിലുള്ളവരൊക്കെ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്നവരൊക്കെ അല്ലേ കൂടുതലും. അതുപോലെ തന്നെ ഇത് ചേട്ടൻ പറഞ്ഞ കേട്ടോ, ചേട്ടൻ പറഞ്ഞറിയോ, നമ്മുടെ വ്ളോഗ് കാണുന്നതുകൊണ്ട് വർക്ക്ഷോപ്പ്, ചേട്ടൻ്റെ വർക്ക്ഷോപ്പാ. അത് വർക്ക്ഷോപ്പ് രാവിലെ തുറക്കാൻ താമസിക്കാന്ന് പറഞ്ഞു. ശരി, എന്താ വേറെ എങ്ങനെ ചേട്ടൻ്റെ ചേട്ടൻ്റെ വരുന്നത്? ജസൻ. ഇത് എവിടെ പഠിക്കുന്നത്? പേരന ബ്രയൻ. അപ്പൊ ഇങ്ങനെ ഇവിടെ വന്നാണോ? മോനെ കൊണ്ടുപോകാൻ വേണ്ടി വന്ന അന്നേരം വണ്ടി കൊണ്ട് നിർത്തി. വണ്ടി കണ്ടപ്പോ മുദ്രയും കണ്ടോ എല്ലാരും ഉണ്ടായിരുന്നു. ഞാൻ ഓർത്തിനി മറ്റേ അവിടുത്തെ വർക്ക്ഷോപ്പ് ഇവിടെ കൊടുത്തേക്കലായിരുന്നു. അവര് വല്ലതും ആണെന്ന് ആദ്യം ഒന്ന് സംശയിച്ചു. ക്യാമറൊക്കെ അടിപൊളിയാക്കി. അപ്പൊ ചേച്ചി അന്വേഷണം പറയണം, രാജേഷ് ബോയെ പറയണം, എല്ലാവരും അമ്മയെ പറയണം. ഓരോ എപ്പിസോഡ് പോലും നമ്മൾ കളയാറില്ല. ഡിഗ്രി കഴിഞ്ഞു. ഇനിയിപ്പോ പിജിക്ക് പോണം. ഞാൻ ബികോം. ഞങ്ങള് ചുമ്മാ ഒന്ന് ഈ വണ്ടിയും കൊണ്ടൊന്ന് കറങ്ങി വാഗമണ്ണൊക്കെ വഴി. ലോഡൊന്നുമില്ല, ലോഡ് കയറ്റാൻ വേണ്ടിയല്ല. ഞങ്ങളിങ്ങനെ വാഗമണ്ണൊക്കെ പോയി കുട്ടിക്കാനൊക്കെ പോയി കറങ്ങി. അമ്മയൊക്കെ വീട്ടില്. ഇവനുണ്ടായിരുന്നു, കുഞ്ഞിക്കണ്ണുണ്ടായിരുന്നു. ഞാൻ കാണും കേട്ടോ, നല്ല സപ്പോർട്ട്. നിങ്ങളുടെ ആ യോജിപ്പിനും നിങ്ങളുടെ ആ ലക്ഷ്യത്തിനും എല്ലാം. താങ്ക് യു. അതൊക്കെ പറഞ്ഞു സിനിമയിൽ എടുത്തു കഴിഞ്ഞപ്പോ. പിന്നെ ഇതാണ് നമ്മള് പാലായിലെ സജീവേട്ടായിന്ന്. ചേട്ടായിന്ന് പറഞ്ഞാലും അമ്മാവനാണ്. നമ്മുടെ അച്ഛമ്മയുടെ അമ്മയും സജീവേട്ടായുടെ അമ്മയും സ്വന്തം ചേട്ടത്തി അനിയത്തിയാണ്. അപ്പോൾ അമ്മാവനാ. അപ്പം പണ്ട് ഞാനൊരു നമ്മുടെ കഥയിൽ പറഞ്ഞായിരുന്നു, നമ്മളെ ആദ്യം ലോറി എടുക്കാൻ നേരം ഹെൽപ്പ് ചെയ്ത ഒരാളാണിത്. അപ്പം ഇടയ്ക്ക് സിനിമയിൽ എടുക്കാൻ ഇതുവരെ പറ്റിയില്ല. എന്നാന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് അതിലെങ്ങും വരാറില്ലല്ലോ. പിന്നെ നമ്മൾ അന്നേരം ഇന്ന് ഞങ്ങളിങ്ങനെ നേരത്തെ വന്നപ്പോൾ എനിക്ക് തോന്നി സജീവേട്ടയെ ഒന്ന് നമുക്ക് ഒന്ന് വിളിച്ചെന്ന് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തണമെന്ന്. അപ്പം പറ എന്നാ. അപ്പം വക്കീൽ ഗുമസ്തനാണ്. അതെ, വക്കീൽ ഗുമസ്തനായിരുന്നു. പിന്നെ ഇത് റിട്ടയർ ആയോ? പെൻഷൻ ആയത് എനിക്ക് തോന്നുന്നു. അത് പറയാത്ത ആയി. അപ്പം
അതുകൊണ്ട് ഇനിയിപ്പോൾ അത് കഴിയുമ്പോൾ ഇനി നമുക്ക് ഒരു ട്രിപ്പ് വണ്ടിയെ പോയേക്കാം. മാർച്ച് കൊണ്ട് തീരുവാ. മാർച്ചുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ട്രിപ്പ് പോയേക്കാം. മാർച്ച് 5 കൊണ്ട് തീരുവാ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ട്രിപ്പ് വണ്ടിയെ പോയേക്കാം. പണ്ട് നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം ഒരു പ്രാവശ്യം എവിടെ അങ്ങോട്ടാ പൂനെക്ക്. ആദ്യം നമ്മൾ ഒരുമിച്ചാ പോയത്. ആ അതെ, പൂനെക്ക് ബോംബെക്ക്. അജിയേട്ടൻ അങ്ങനെ വെളിയിലോട്ടൊന്നും ആദ്യം പോയിട്ടിരുന്നില്ലായിരുന്നു അല്ലേ? അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മുടെ ആദ്യ വണ്ടി എടുത്തപ്പം, പുതിയ വണ്ടി എടുത്തപ്പം വണ്ടിയല്ലേ വന്നായിരുന്നു. അതൊരു പ്രത്യേക അനുഭവമായിരുന്നോ? ഇപ്പോഴും മറന്നിട്ടില്ലല്ലോ. അതെ. അപ്പോൾ അതുപോലെ ഒന്ന് പോയേക്കാം. അപ്പോൾ ആൻറ്റി പിന്നോക്ക വികസന കോർപ്പറേഷൻ ജോലി ചെയ്യുന്നു. ബിന്ദു എന്നാ പേര്. ഞാനിപ്പം വിളിച്ചാൽ ഇങ്ങോട്ട് വരുന്നുള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു അപ്പം സിനിമയിൽ എടുക്കണ്ടെന്ന് പറഞ്ഞു. ചേട്ടനെ എടുത്താൽ മതി എന്ന് പറഞ്ഞു, എന്നെ എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടനെല്ലാണേലും നമുക്ക് ഇടയ്ക്കെടുക്കാം അല്ലേ? അതുകൊണ്ട് നമുക്ക് അതിലെ വരാന്നൊക്കെ പറയുള്ളൂ. വരവൊക്കെ കണക്കാ. എല്ലാ ദിവസവും പറയും അവിടെ വരാം. അല്ല ഇനിയിപ്പം അല്ല മാർച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫാമിലി മെമ്പറാണ് ശ്രീകാന്ത്. ഇടയ്ക്ക് അവിടെ വെച്ചൊന്ന് പരിചയപ്പെട്ടായിരുന്നു. പിന്നെ എവിടെ വീട്? എൻ്റെ വീട് പാറമ്പുഴ. അവിടെ കേട്ടോ, നമ്മളെ ഏറ്റവും അടുത്താ. ഞാൻ എല്ലാം വീഡിയോ എല്ലാം കാണാറുണ്ട്. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം നിങ്ങൾ പോയ എല്ലാം നമ്മൾ കണ്ടായിരുന്നു. നമുക്കത് എല്ലാ ദിവസവും ഇങ്ങനെ എപ്പിസോഡ് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് എന്തോ ഇല്ല. എല്ലാ ദിവസവും ഇത് കാണണം എന്നൊരു ടെൻഡൻസിയാണ്. ഞങ്ങൾ വീട്ടുകാരെല്ലാവരും കാണും, ടി വി കണക്ട് ചെയ്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇടാനും ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വണ്ടിയെ പോകുമ്പോൾ ഓരോ റൂട്ടിനെ കുറിച്ചും, അതുപോലെ നമ്മൾ ഡ്രൈവ് ചെയ്യാം, പ്രത്യേകിച്ച് ലോഡും കൊണ്ട് ഒരു വണ്ടി പോകുമ്പോൾ എങ്ങനെ ഓടിക്കണം അതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു അറിവാകും. പിന്നെ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഗ്യാസ് സിലിണ്ടർ കമ്പനിയിൽ പോയില്ല, നമുക്ക് ആദ്യമായിട്ടാണ് നമ്മളും കാണുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നത്. സിലിണ്ടർ ഉണ്ടാക്കുന്നത് ഗുജറാത്തില്. അതൊക്കെ നമുക്ക് നല്ലൊരു അറിവാണ്. അതെ. പിന്നെ അപ്പൊ ഇത് ടോമി ചേട്ടൻ ഒരുപാട് വർഷമായിട്ടുള്ള പരിചയമുള്ള അന്യാർത്തോട് തൊഴിൽ വെച്ചുള്ള പരിചയമാണ്. അവിടെ പണ്ട് അബ്കാരിയായിരുന്നു. MMJയുടെ ചാരായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ സെയിൽസ്മാൻ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്തായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടുള്ളൊരു പരിചയമാണ്. പാലായിലാണ്, മുരിക്കുമ്പുഴ. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇപ്പം നമ്മളിവിടെ കയറിയതാണ്. അപ്പോൾ ഇതവിടെ ചപ്പാത്തി കടയാണ്. ഇപ്പം ചാരായക്കടയെല്ലാം നിന്ന് പോയില്ലേ? അത് കഴിഞ്ഞപ്പോൾ നിരോധനത്തിന് ശേഷം പിന്നെ ഇപ്പം സ്വയം തൊഴിൽ കണ്ടെത്തി ചപ്പാത്തി പൂരി അമല എന്ന ബ്രാൻഡിൽ നമ്മൾ ഇറക്കുന്നു. പ്യൂർ ഗോതമ്പ്. അപ്പൊ ഈ പ്രൊമോഷനൊക്കെ പൈസ ഉണ്ട് കേട്ടോ. അത് തീർച്ചയായിട്ടും ഇവരോടായിട്ട് കടം പറയാം. ആദ്യം തന്നെ മോള് പറഞ്ഞു എമൗണ്ട് ഒക്കെ പറഞ്ഞില്ലേ? പെറ്റിക്ക് വെച്ച്. അപ്പം മിക്കവാറും ഇതിലേക്ക് വരുമ്പോഴേ കയറണമെന്ന് ഓർക്കും, ഇതുവരെ കയറാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് ആക്കിയാലും സജീവമാനൊക്കെ കണ്ട കൂടെ ഇങ്ങനെ വന്ന് കൂട്ടുകാരൻ പ്രശാന്ത് വഴിക്ക് കണ്ടു. അതെ, പ്രശാന്തിനെ കണ്ട. പ്രശാന്ത് വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങോട്ട് നടിച്ചു. പ്രശാന്തിനെ കണ്ടു. അന്നേരം പ്രശാന്ത് എനിക്ക് ഇൻഫോം തന്നു. അന്നേരം വിളിച്ചു, തിരക്കാന്ന് പറഞ്ഞു. അപ്പൊ പ്രശാന്ത് പറഞ്ഞു ഞാൻ കൂട്ടിക്കൊണ്ട് വരാം. നമ്മുടെ വണ്ടി ഇവിടെ നിർത്താനിടയില്ല, അതുകൊണ്ട് അപ്പുറം കിടക്കാം വണ്ടി. പിന്നെ നമ്മുടെ ഷായിച്ചേട്ടനുണ്ട്. ഷായിച്ചേട്ടൻ നമ്മുടെ ഒരു ഫാമിലി മെമ്പറാണ്. ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ തന്നെയാണ്. ഇവിടെ ഹോസ്റ്റലിൽ നടത്തുന്നതാണ്. ജർമ്മൻ ഭാഷ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റല് ഇവിടെ അടുത്ത് തന്നെ അല്ലേ? ഇത് അടുത്ത് തന്നെ, തൊട്ട് പുറകിലാണ് താമസിക്കുന്നത്. ഹോസ്റ്റല് നമ്മുടെ കടപ്പാട്ടൂരാണ്. അപ്പൊ അവര് ഫുഡ് ഫുള്ള് കൊടുക്കുക. അപ്പൊ നമ്മുടെ സാധനങ്ങളാണ് അഭിപ്രായം ഉള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പൊ ഞങ്ങൾ ചപ്പാത്തി ഒന്ന് നോക്കട്ടെ, എങ്ങനെ നോക്കണം, എന്നൊരു അഭിപ്രായം പറയാം. പൈസ എന്നാണെങ്കിലും ഞാൻ തരുവാണ്. പ്രൊമോഷൻ വീഡിയോയിലുള്ള. അപ്പൊ ചപ്പാത്തി എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഒന്ന് നോക്കാം. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ UK ബെന്നി നിങ്ങളുടെ വീട്ടിൽ വന്നെന്ന് പറഞ്ഞു, ഞാൻ കണ്ടില്ലായിരുന്നു. ബെന്നി ഈ അവസരത്തില് ബെന്നി ഇല്ലാത്തൊരു വലിയ നഷ്ടമാണ്. തിരിച്ചുപോയി. ബെന്നി തിരിച്ചുപോയി. ബെന്നിയെ ജസ്റ്റ് ചേച്ചി, ജെന്നിപ്പ, ബിന്നി, അതുപോലെ സാലി ചേച്ചി. അപ്പൊ ഇവരെല്ലാരും കൂടെ അന്ന് വീട്ടിൽ വന്നായിരുന്നു. വീട്ടിൽ വന്നതാണ്. കുഞ്ഞിക്കളെ കാണണമെന്ന് പറഞ്ഞു വന്ന് വീട്ടിലൊക്കെ ഞങ്ങളില്ല. തീർച്ചയായിട്ടും ബെന്നി ഇത് കാണുമ്പം ബെന്നി നിങ്ങളെ വിളിച്ചു. അപ്പൊ ശരി, ഓക്കെ, താങ്ക് യു. ആയിക്കോട്ടെ. ഓക്കെ. അപ്പോൾ മെയിൻ ഡ്രൈവറെ മാറ്റി ഇന്നലെ തൊട്ട് വണ്ടി ഓടിക്കല്ലേ, ഒരു റെസ്റ്റ് കൊടുത്തേക്കാം അല്ലേടാ ആകാശ? അതുകൊണ്ട് ഞാൻ ഓടിച്ചേക്കാന്ന് വെച്ചു. ഇത്തിരിക്കോണം ബഫലോ ഉണ്ടാക്കി കൊടുത്തിട്ട് അതെ, ആ കൊച്ചിനെ കൊണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ വണ്ടി ഓടിപ്പിച്ച്. യൂറോപ്പിലാണെങ്കിൽ ലക്ഷങ്ങൾ വരെയാണ്, കേരളത്തിലായതുകൊണ്ട് നിങ്ങൾ ചില്ലറ പോലും തരുന്നില്ല. നല്ല തിരക്കാണല്ലോ. നല്ല തിരക്കായി. പാലാ എത്തി. പാലാ ആ കാണുന്നതാണ് പാലാപ്പള്ളി കുരിശുപള്ളി. പാലാപ്പള്ളിയുടെ കുരിശുപള്ളി. അതെ. അപ്പൊ നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. അതെ, നമ്മൾ ചെറിയൊരു കറക്കമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ക്യാമ്പിംഗ് ഒക്കെ? നല്ലൊരു ഐഡിയായിരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ച അത്രയും കളറാക്കാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ താമസിച്ചു പോയി അവിടെ ചെല്ലുമ്പോൾ.
പിന്നെ എന്താ ഇവിടെ പോകാനും പറ്റിയില്ല, ഉറുമ്പക്കരയ്ക്ക് ഉറുമ്പിക്കരയ്ക്ക് പോകാനും പറ്റിയില്ല. നിങ്ങൾ ഇന്നലെ പോയതൊന്നും റേഞ്ച് ഇല്ലല്ലോ, ഞങ്ങള് നിങ്ങളെ എത്ര പ്രാവശ്യം വിളിച്ചു. ആ റേഞ്ച് കുറവാ അങ്ങോട്ട്, എവിടെയും കിട്ടാത്ത റേഞ്ച് അവിടെ കിട്ടി. ഏതാന്ന് നോക്കി, BSNL. അങ്ങനെ കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾ ഇവിടുന്ന് ഈ ചെറുക്കിന് പനി കൊടുത്തത് അത് എനിക്ക് തോന്നുന്നത് ഇവന്റെ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു സ്റ്റോക്ക്. വൈറസ് ഇപ്പോഴും എന്തെങ്കിലും ഉണ്ടല്ലേ? ഞാനുള്ളതുകൊണ്ട് ചെറുക്കന് ഇതുകൊണ്ടല്ലേ ജില്ലയിൽ നിൽക്കുന്നു. 2 ഡോസ് മരുന്ന് കൊടുത്തു. മരുന്നാണ് കൊടുത്ത പനിയാ? അല്ല, പനിക്ക് വെള്ളം കൊടുക്ക്. ഇങ്ങനെ ചോദിക്കാതെ മനുഷ്യനെ ഒന്ന് ഒപ്പിച്ച് വരുക. ചപ്പാത്തി കഴിക്കാനി. ചപ്പാത്തി മുട്ടക്കറി. ഞങ്ങളാണ് റെഡിമെയ്ഡ് ചപ്പാത്തിയും റെഡിമെയ്ഡ് ചപ്പാത്തിയും കൊണ്ടാവുന്നത്. അത് ഞങ്ങക്ക് വേണ്ട. ഇതങ്ങനല്ല, സ്പെഷ്യൽ സാധനം പറഞ്ഞായിരുന്നു കേട്ടോ നമ്മുടെ ടോമിച്ചാന്റെ കടയിൽ നിന്ന് പാലയില്. അപ്പൊ അടുത്ത ട്രിപ്പ് നമ്മൾ ഏത് വണ്ടിയിലാണെന്നൊന്നും അറിയില്ല. ചിലപ്പോ തോക്കുമാരുടെ വണ്ടിയിലോ അല്ലെ 66-ലായിരിക്കും. അപ്പൊ പുതിയൊരു വീഡിയോ ഇട്ട് നമുക്ക് വീണ്ടും കാണാം.